ഈ നാട്ടിൽ എത്ര പുരോഗമനത്തിലുണ്ട്, എത്ര മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പ്രശ്നമാണ് തന്നെ. അതുപോലെ ഇബ്രാഹിം സഖാഫിയോർ അവരോട് വന്നിട്ട് കുറെ വർഷങ്ങളായി അവര് നമ്മളെ ദീനിനും വേണ്ടിയും നമ്മളെ നാട്ടിനും വേണ്ടിയും നമ്മളെ ജനങ്ങൾക്ക് വേണ്ടിയും ജാതിമതം നോക്കാതെ എല്ലാവരോടും വളരെ സഹോദരത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഉസ്താദാണ് പറയുന്നതിന് യാതൊരു ഭയവുമില്ല, ഒരു ഭീതിയുമില്ല. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് താമസിക്കുന്ന കുഞ്ഞിക്കണ്ണ സ്വാമികൾ അവരെടുത്ത് ആര് പോയാലും എപ്പോൾ പോയാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവർ കഴിയുന്ന സഹായം അവരോ ഐശ്വര്യോ അല്ലെങ്കിൽ ബന്ധങ്ങളോ എന്ന് പറഞ്ഞിട്ട് ഏത് സുഹൃത്തുക്കളും മാറ്റിക്കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതൊക്കെ അവർക്ക് പ്രത്യപരമായി നമ്മൾ കൊടുത്താലും വാങ്ങും, വാങ്ങില്ല. ഇത് യഥാർത്ഥമാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മളെ അടുത്ത് എന്റെ കുടുംബബന്ധുമായ അതുപോലെ ഇവിടുത്തെ നേതാക്കളുമായ നമ്മളെ കാസർഗോഡ് ജില്ലയുടെ കണ്ണീരുമായ OP ഹനീഫ, അദ്ദേഹം ഇതുപോലെ നമ്മൾക്ക് വേണ്ടി എപ്പോ പോയാലും ഈ സഹായം വേണമെങ്കിലും ഈ സമയത്ത് പോയാലും രാത്രി 12 മണിക്കാർ കൊണ്ടുവരുന്ന ഒരു സുഹൃത്താണ്. ഇതെല്ലാം നാം കണ്ടുപഠിക്കാനുള്ള ഒരു പാഠമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അതുപോലെ തന്നെ അന്യർക്ക് വേണ്ടി ജീവിക്കണം, നാം നമ്മൾക്ക് ജീവിക്കേണ്ടതല്ല. അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യരെ അന്യർക്ക് വേണ്ടി ജീവിക്കാനും അന്യരെ സ്നേഹിക്കുവാനും മാത്രമാണ്, അല്ലാതെ വെറുക്കാനോ ദ്രോഹിക്കാനോ ഒരിക്കലും പാടില്ല. നാം ഇപ്പൊ ചെയ്യേണ്ടത് നമ്മളെ തലമുറകളെ നല്ല വഴിയിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഗോപാലൻ പറഞ്ഞതുപോലെ നമ്മളെ മക്കൾ രാവിലെ എനിക്ക് സ്കൂളിൽ പോകുന്നുണ്ട്, പറയുന്ന സ്കൂളിൽ പോകുന്നുണ്ട്, എവിടെ പോകാന്നുള്ളതാവേ അല്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ആ മുഖം കഴിക്കുന്നുണ്ട്, ഉപ്പാണ്ട് ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഉമ്മാട്ട് പറഞ്ഞിട്ട് പോകും. അപ്പൊ അതെങ്ങനെ പാടില്ല. അപ്പൊ നമ്മളെ കുട്ടികളെ നല്ല വഴിക്ക് പോകുന്നുണ്ടോ, അവർ സ്കൂളിൽ പോയിട്ടുണ്ടോ, എന്താ പഠിച്ചത്, എന്താ എപ്പോഴാ വന്നത്, എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് മതം എല്ലാവർക്കും ആവശ്യമാണ്. മതമില്ലാതെ ഒരു മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ മതം പഠിക്കുമ്പോൾ മത ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കണം, അത് ഉൾക്കുള്ള തത്വങ്ങൾ നമ്മൾ പഠിക്കണം. തത്വങ്ങൾ നമ്മൾ പഠിച്ചത് പോരാ, പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് ബോധ്യമാക്കുകയും. അപ്പൊ അതുകൊണ്ട് നമ്മളെ നാട്ടില് ഇത്രയും സൗഹാർദ്ദവും സ്നേഹവും നിലനിൽക്കാൻ വേണ്ടി ഇത്രയും സദസ്സുകൾ വളരെ ആവശ്യമാണ്. അത് എന്നും നിലനിൽക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറുവാക്ക് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.